ഇന്ന് നമ്മൾ ചെറിയൊരു വിഷയത്തെക്കുറിച്ചാണ്, അല്പം ഗൗരവമുണ്ട്, എന്നാലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒട്ടും ചിന്തിച്ചിട്ടുണ്ടാകുകയല്ല അല്ലേ? വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അല്ലെങ്കിൽ നമ്മളും നമ്മുടെ സഹോദരരും ഒക്കെ അപകടത്തിൽ ചെന്ന് ചാടുന്ന ഒരു സ്ഥലം അതിൻ്റെ അകത്തുണ്ട്. നമുക്കറിയാം, നമ്മുടെ പുതിയ തലമുറയിൽ വസ്ത്രധാരണം ഒത്തിരി ന്യൂജൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ന്യൂജൻ വേർഷൻസ് ഒക്കെ പുതിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി അപ്ഡേറ്റഡ് ആണ് വസ്ത്രധാരണങ്ങൾ പലപ്പോഴും. പക്ഷെ അതിൻ്റെ അത്ര ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അത് ഉപദ്രവം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കംഫർട്ടായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ഓൺലി കംഫർട്ട് ആൻഡ് ഈസി, അത് അതിനേക്കാൾ ഉപരി പലപ്പോഴും അപകടകരമാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള വസ്തുത. അതിന് കാരണം, വസ്ത്രധാരണം തുടങ്ങിയത് എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ അകത്തുള്ള അപകടം, എന്താണുള്ള ഗുണം. നന്നായി വസ്ത്രം ധരിച്ചാലുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് അതിന്റെ തുടക്കം നോക്കി നമുക്ക് മനസ്സിലാവും. ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിക്കുന്ന സമയത്ത് അവര് മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി നഗ്നരായിട്ടാണ്. ഏതെങ്കിലും തോട്ടത്തിലൂടെ അവർ സഞ്ചരിച്ചിരുന്നത് നഗ്നരായിട്ടാണ്. അപ്പോഴൊന്നും അവർക്ക് ലജ്ജ തോന്നിയില്ല. തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ഒരു പാപത്തിന്റെ വാസന അല്ലെങ്കിൽ ലൈംഗിക വാസന തോന്നിയില്ല. ഇതിന്റെ കാരണം, അവർ പരസ്പരം കണ്ടിരുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരുന്ന വ്യക്തികൾ എന്ന നിലയിൽ തന്നെയാണ്. ആദം ഹവ്വയെ നോക്കിയിരുന്നത് ദൈവത്തിന്റെ കൃപയുള്ള അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. ആദം ഹവ്വയെ നോക്കിയതും ഹവ്വ ആദത്തെ നോക്കിയതും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാം, നമ്മളൊരു ചിത്രം കണ്ടാൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് ലൈംഗിക താല്പര്യമൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വരാറുണ്ട്. അതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ പാപമുള്ളതുകൊണ്ട്. ഇപ്പോൾ ആദത്തെ ഹവ്വയെ സൃഷ്ടിക്കുന്ന സമയത്ത് അവർ ദൈവിക ചൈതന്യത്തിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ലജ്ജ തോന്നിയില്ല. എന്നാൽ ദൈവത്തെ അവർ അനുസരണക്കേടിലൂടെ ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുമ്പോൾ അവർ പിന്നീട് നഗ്നരാണ് എന്നറിഞ്ഞ് ഇലകൾ കൊണ്ട് തുന്നി ഒരു വസ്ത്രം ഉണ്ടാക്കിയെന്നതിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ദൈവം അവർക്ക് മൃഗത്തെ കൊന്ന് ആ തോലുരിഞ്ഞ് വസ്ത്രം ഉണ്ടാക്കുന്നുണ്ട്. പാപം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന പോലെ തിന്മയുടെ വശ്യത നമ്മുടെ ഉള്ളിൽ ക്രമക്കേട് സൃഷ്ടിക്കുന്നത്. ഈ പാപം ഉള്ളിടത്താണ് പലപ്പോഴും ശരീരത്തിന്റെ ലൈംഗികതയെ നമുക്ക് പല വിധത്തിൽ തിന്മയായി ചിത്രീകരിക്കുകയും ചിന്തകളും പ്രവൃത്തിയും ഒക്കെ ആയിട്ട് നമ്മൾ പരിണമിക്കുന്നത്. 2024 നമ്മൾ ജീവിക്കുമ്പോൾ, ഇനി വർഷം എടുത്തു പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ 1800-കളിലെ ഏതോ പ്രോഡക്റ്റാണ് എന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ 2024 തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പം ഇന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും ടെക്നോളജിയുടെ വളർച്ച, യുക്തിയുടെ വളർച്ച, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക, ഒരു ഗ്ലോബലൈസേഷൻ, പല കാര്യങ്ങളും ഉണ്ടാകാം, ട്രെൻഡുകൾ, ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ മേ ബി ബെറ്റർ, ബട്ട് അത് പൂർണ്ണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ റീസൺ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, ദൈവം സൃഷ്ടിച്ച എന്തിനേയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാത്താന്റെ ലക്ഷ്യം, സാത്താന്റെ പ്രവർത്തികൾ. ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ, ദൈവം അതിൻ്റെ എല്ലാം നന്മ ആഗ്രഹിക്കും, സാത്താൻ അതിൻ്റെ എല്ലാം തിന്മയെ ആഗ്രഹിക്കും. അവന്റെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതേ കാര്യം തന്നെയാണ്. എന്ത് കാര്യത്തെയും നന്മയാക്കാനുള്ള ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ശ്രമം. ആദത്തെയും ഹവ്വയെയും പരസ്പരം നശിപ്പിച്ച് ദൈവൈക്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് സാത്താന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ തന്റെ പ്രിയപുത്രനെ കുരിശിൽ ബലിയായി നൽകിക്കൊണ്ട് മരണത്തിൽ നിന്ന് പുത്രന്റെ മരണം കൊണ്ട് ലോകത്തെ, ജനത്തെ മുഴുവൻ വീണ്ടെടുക്കാനുള്ള ദൈവപിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ച് നമുക്കറിയാം. ഈശോ നമ്മളെ പുനഃസ്ഥാപിച്ചു. നമ്മളിന്ന് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധത അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ നമ്മൾ അതിയായി മാറിപ്പോയിരിക്കുന്നു. നമ്മുടെ കാരണവന്മാരൊക്കെ പലപ്പോഴും ഒരു ഉടുമുണ്ട് പോലും ഉടുക്കാനില്ലാതെ ജീവിച്ച കാലമുണ്ട്. അതിൽ നിന്ന് ധാർമ്മികപരമായി പോലും, അതായത് ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ മര്യാദയുള്ള വസ്ത്രം എന്നുള്ള നിലയിൽ നമ്മുടെ ശരീരത്തെ മുഴുവനും കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പഴയതുപോലെ
പോകുന്നത് വളരെ വേദനാജനകമാണ്. കാരണം നന്മയായതിനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നന്മയാക്കാൻ ശ്രമിക്കാതെ നന്മയിൽ നിന്ന് നേരെ തിന്മയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നത് മോശമാണ്. അതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഇന്ന് ഇപ്പോൾ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് ഉചിതമായിരിക്കും. പക്ഷേ അത് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വെച്ച് നമ്മൾ നല്ല ചൂടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നിട്ടുണ്ട്, മനുഷ്യർ ഇത്രയോടെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക്. എന്ന് വെച്ചാൽ ഫ്രീ തിങ്കേഴ്സ് ഒക്കെ കൂടുതലാണ്, യുക്തിവാദികൾ കൂടുതലാണ്, നിരീശ്വരവാദികൾ കൂടുതലാണ്. ഓക്കെ, ഫൈൻ. ബട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജീവിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈശോയോട് ഐക്യപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ആ ലക്ഷ്യത്തിനത് ഉപദ്രവം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പം ഈ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാ നാട്ടിലും മേ ബി ഇതൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കാൻ വരുന്നൊരു കാര്യം, നമ്മുടെ വസ്ത്രധാരണത്തിൽ വരുന്ന ചില ഏറ്റക്കുറച്ചിലുകൾ ആ പ്രവൃത്തികളിലേക്ക് പൊതുസമൂഹത്തെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ ഒരു 10-40 വയസ്സൊക്കെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും, അവരുടെ പുറകോട്ടുള്ള തലമുറയിലും ഉണ്ടാവും. എന്നാൽ അതിൽ അടുത്ത തലമുറയിലേക്ക് വരുമ്പോഴത്തേക്കും ധാർമ്മിക മൂല്യങ്ങൾ ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്, ഒത്തിരി കൈമോശം വന്നു പോകുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ, അതായത് നീതിയും നന്മയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൈമോശം പോകുന്നുണ്ട്. കാരണം അത്രമാത്രം ലോകത്തിൽ തിന്മ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മാന്യമായ രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ള. കാരണം എന്താണെന്ന് വെച്ചാൽ, ലൈംഗികപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരാളുടെ വികാരത്തെ ഉണർത്തുന്നതിൽ ആണുങ്ങളെ സംബന്ധിച്ച് കാഴ്ചയാണ് പ്രധാന കാര്യം, സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് കേൾവിയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ നിലയിൽ സ്ത്രീകൾക്ക് കേട്ട് ഒക്കെയാണ് ആ കാര്യങ്ങളിലേക്ക് താല്പര്യം ജനിക്കുന്നത്. ആണുങ്ങളെ സംബന്ധിച്ച് കാഴ്ചയിലാണ്. ഏറ്റവും കൂടുതൽ നമുക്കൊരു തലമുറയെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് സ്ത്രീകളെ നശിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് തിന്മ സ്ത്രീകളുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യാനായിട്ട് എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇന്നൊരു കാറ് വെക്കുന്ന ഒരു പരസ്യം കണ്ടാൽ പോലും നിങ്ങൾക്കറിയാം അവിടെ ഒരു പെണ്ണാണ് കുറഞ്ഞ ഡ്രസ്സോട് കൂടി വന്ന് പരസ്യം ചെയ്യുന്നത്. നെയിൽ പോളിഷും അല്ലെങ്കിൽ ചീപ്പും കണ്ണെഴുതുന്നതും ഒക്കെ നിങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയാം. ഇതിപ്പോൾ ഒരു വിമാനം റോക്കറ്റ് പരസ്യമായിട്ട് വന്നാൽ പോലും അതിലും സിമെന്റിന്റെ പരസ്യത്തിലും സ്ത്രീകൾ തന്നെയായിരിക്കും ഈ പറയുന്ന പോലെ വസ്ത്രത്തിലായിട്ട് കുറച്ചിലായിട്ട് വരുന്നത്. സിനിമയിൽ നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് തിന്മയിലേക്ക് ഒത്തിരിയേറെ പ്രേരണ നൽകുന്ന ആ ഒരു കാര്യം കൂടിയാണ്. ധാർമ്മിക മൂല്യങ്ങളെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തിന്മയുള്ളത് കൊണ്ടാണ് ലൈംഗികമായ ചേഷ്ടകൾ വളരെയേറെ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ താല്പര്യത്തിലേക്ക് ഒത്തിരി ആൾക്കാർ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ദൈവം മനുഷ്യന് വസ്ത്രം നൽകിയത് നമ്മൾക്ക് നൽകപ്പെടുന്ന നമ്മുടെ സഹോദരരെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടെ കാണാൻ കഴിയാതെ തിന്മയുടെ ഉദ്ദേശത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് നഗ്നനായി സൃഷ്ടിക്കപ്പെട്ട ആദത്തിനും ഹവ്വയ്ക്കും പോലും ദൈവം വസ്ത്രം നൽകിയത്. പാപം വർദ്ധിച്ചെടുത്ത് ആ ഒരു പ്രേരണയിലേക്ക് ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് പാപത്തിന്റെ അതിപ്രസരണം ദൈവത്തിന്റെ സംവിധാനത്തിൽ നിന്ന് ഒരു മോശപ്പെട്ട സംവിധാനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക ലോകത്തെ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ദൈവം ക്രമപ്പെടുത്തിയത്. തീർച്ചയായും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വസ്ത്രധാരണത്തെ വലിയ തോതിൽ ശ്രദ്ധിക്കണം. അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് ചൂടൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ കട്ടിയുള്ള വസ്ത്രം ധരിക്കണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് മാന്യമായി നിങ്ങളുടെ ഇന്നർ വെയർസൊക്കെ കാണാത്ത രീതിയിൽ മര്യാദയ്ക്കുള്ള വസ്ത്രങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ഉപയോഗിക്കാൻ മേലാഴികയൊന്നുമില്ല. അത് ഫാഷൻ എന്ന് നിങ്ങളാരും അങ്ങനെ വിചാരിക്കരുത്. ഫാഷൻ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ തിന്മയുടെ ഗൗരവമായ പ്രവൃത്തികളുണ്ട്. നമ്മളെല്ലാവരും അത് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് ഈശോയിൽ ഓർമ്മിപ്പിക്കുന്നു.